നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹമായ ഷോർട്ട് ഫിലിം അയ്യപ്പൻ ഭക്തിഗാനത്തിലെ കലാകാരന്മാരെ ആദരിച്ചു. ആദരവ് നൽകിയത് സുരേഷ് വാഴപ്പിള്ളി, എളനാട് പ്രദീപ് ദാമോദരൻ, അനിൽ മണലൂർ, നന്ദന സുരേഷ്, വള്ളിക്കുട്ടി ശങ്കുര എന്നിവർക്ക് 01 മീഡിയ ക്രിയേഷൻസും തൃശൂർ കാഞ്ഞാണി പൗരാവലിയും ചേർന്നാണ് ആദരവ് സംഘടിപ്പിച്ചത്. T20 ലോകകപ്പ് വിജയികളായ ഇന്ത്യൻ ടീമിനെ പാർലമെന്റിൽ അഭിനന്ദിച്ച സ്പീക്കർ ഓം ബിർള ടീമിന്റെ വിജയം ഏറെ സന്തോഷം നൽകുന്നതാണെന്നും ടീമിനൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഈ അവസരത്തിൽ പ്രശംസ അർഹിക്കുന്നുവെന്നും സ്പീക്കർ സൂചിപ്പിച്ചു. ഡൽഹിയിലെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. 10 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്. സംസ്ഥാനം നേരിട്ടത് വലിയ ദുരന്തമെന്നും സർക്കാർ. തൃശൂർ അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വയോസംഗമം സംഘടിപ്പിച്ചു. മന്ത്രി ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്തിനെ നൂതന പദ്ധതികളുടെ പരീക്ഷണശാലയായി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. തൃശൂർ കുണ്ടഴിയൂർ GMUP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പഞ്ചായത്തിലെ വിതരണോദ്ഘാടനം നടന്നു. പ്രഭാത ഭക്ഷണ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 44 വർഷമായി ആരോഗ്യരംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ആലപ്പുഴ ചെറിയനാട് സ്വദേശി MR രാജേന്ദ്രൻ പിള്ളയെ ആദരിച്ചു. ആദരവ് സംഘടിപ്പിച്ചത് കൊല്ലക്കടവ് മുഹമ്മദ് അൽ ഹൈസ്കൂൾ സീഡ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ. ഡോക്ടേഴ്സ് ദിനത്തിൽ തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. സമൂഹത്തിന് ഒഴിച്ചുകൂടുവാൻ സാധിക്കാത്തതാണ് വൈദ്യശാസ്ത്രമെന്നും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ സമൂഹത്തിന് അഭിമാനമാണെന്നും അനുമോദന യോഗം അഭിപ്രായപ്പെട്ടു. മുംബൈയിലെ ബുഷി ഡാമിൽ വീണ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. കനത്ത മഴയിൽ വെള്ളച്ചാട്ടത്തിൽ ജലനിരപ്പ് ഉയർന്നതാണ് അപകട കാരണം. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. തൃശൂർ കാഞ്ഞാണി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ സർവീസ് പ്രൊജക്ട് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് സുരേഷ് കൊട്ടാരത്തും നിലവിലെ പ്രസിഡന്റ് മോഹൻലാലും ചേർന്ന് നിർവഹിച്ചു. തൃശൂർ പഴുവിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫെറോന കുടുംബസംഗമം നടന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിലായത് സജിത്, അബിൻ, അനുരാജ് എന്നിവർ.